കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. കേരളത്തേക്കുള്ള അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമും ലിയോണൽ മെസ്സിയും വരില്ല എന്ന് സ്ഥിരീകരിച്ച കായിക മന്ത്രിയുടെ ഓഫീസ്. കേരളത്തിലേക്ക് മെസ്സിയും അർജന്റീന ടീമും എത്തില്ല, സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി സലിം മാലിക് ചേരുകയാണ്. സലിം, അപ്പോൾ ടീം വരില്ല എന്ന് തന്നെ ഉറപ്പിക്കുകയാണോ കായിക മന്ത്രിയുടെ ഓഫീസ്? നവിത, കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന വാർത്തയാണ്. അക്കാര്യം ഉറപ്പിക്കാൻ കഴിയും. ലയണൽ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. 3 സ്പോൺസർമാരായിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പറഞ്ഞ സമയത്തിനകം 3 സ്പോൺസർമാരിൽ ആരും തുക നൽകിയില്ല. അതിൽ ഒരു സ്വകാര്യ സ്ഥാപനം ഉൾപ്പെടെയാണ് ഈ 3 സ്പോൺസർമാർ ഇതിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ആരും ഈ തുക നൽകാൻ തയ്യാറാകാത്തതോടുകൂടിയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. 300 കോടിയിലധികം രൂപയായിരുന്നു തുകയായി അടക്കേണ്ടിയിരുന്നത്. അതിൽ 200 കോടി അർജന്റീന ടീമിന് വേണ്ടി മാത്രം കൊടുക്കാനുള്ളതായിരുന്നു. ഇതൊന്നും ഒരു സ്പോൺസർമാരും നൽകിയിരുന്നില്ല. മന്ത്രി നേരത്തെ വലിയ അവകാശവാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. ലയണൽ മെസ്സിയും ഒപ്പം തന്നെ അർജന്റീനൻ ടീമും വളരെ വേഗത്തിൽ കേരളത്തിലേക്ക് എത്തുമെന്നും അതിന് വലിയ സാമ്പത്തിക ചിലവുണ്ട് എന്നും അറിയിച്ചിരുന്നു. പക്ഷേ വലിയ നിരാശയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. പ്രവിധ, ശരി, തീർച്ചയായും അർജന്റീന ആരാധകരെ സംബന്ധിച്ച്, ഫുട്ബോളുകൾ പ്രേമികളെ സംബന്ധിച്ചും വലിയ നിരാശാജനകമായ ഒരു വാർത്തയാണ്. അർജന്റീനൻ ടീമും ലിയോണൽ മെസ്സിയും കേരളത്തിലേക്ക് എത്തില്ല, സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണമെന്നാണ് സലിം മാലിക് നൽകുന്ന വിവരം.